there step by step. It's designed like a U shape. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു വീക്കെൻഡ് ഗെറ്റവേ ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ചൂസ് ചെയ്ത സ്ഥലം മൈസൂരാണ്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു വീക്കെൻഡിൽ പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലവും പിന്നെ മുന്നേ പോയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ മൈസൂർ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സോമനാഥപുരമുള്ള ചെന്നകേശവ ടെമ്പിളാണ്. ഞങ്ങളിപ്പോൾ ഒരു 6 മണി 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനതിൽ കാണിച്ചു തരാം. ഇത്തവണ അച്ഛനും അമ്മയും ബാംഗ്ലൂർ വരുമ്പോൾ അവരെയും കൊണ്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ളത് ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ എവിടേക്കേ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആലോചിച്ചപ്പോൾ നമുക്കൊരു വീക്കെൻഡിൽ പോയി വരാൻ പറ്റും. അവരിതുവരെ കാണാത്തൊരു സ്ഥലം കൂടിയാണ് മൈസൂർ. അങ്ങനെയാണ് പിന്നെ മൈസൂർ പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു 2-2.25 മണിക്കൂറോളം സമയമെടുക്കും നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സെക്കൻഡ് ടൈമാണ് മൈസൂർ പോണത്. ഫസ്റ്റ് ടൈം ഞങ്ങൾ പോയത് ബസ്സിലായിരുന്നു. ബസ്സിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യണതിൻ്റെ ഒരു ടെൻഷനൊന്നുമില്ല, സുഖമായിട്ട് പോവാം. രാവിലെ നേരത്തുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂറിൽ മൈസൂർ എത്തുകയും ചെയ്യും. പിന്നെ അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ ഞങ്ങൾ അന്ന് ബൈക്ക് റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഉള്ളപ്പോൾ 4 പേർക്ക് കൂടി കാറിൽ പോകുന്നതാണ് നല്ലത് എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കാർ എടുത്തത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, ചെന്നകേശവ ടെമ്പിൾ. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. ഫോറിനേഴ്സിന് 250 റുപ്പീസും ഇന്ത്യൻസിന് 20 റുപ്പീസുമാണ്. പിന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. ഇത് ഇവർ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ട് നടക്കണ ഒരു സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. പക്ഷേ ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വീഡിയോസിലും റീൽസിലൊക്കെ ആയിട്ട് ഈ സ്ഥലം കുറച്ച് ഫേമസ് ആയി തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്ക്. പിന്നെ കുറേ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു അവിടെ. ಗೈಡ್ ಏನಾದ್ರು ಬೇಕಾಗತ್ತಾ? ಗೈಡ್ ಸರ್ವಿಸ್. മൈസൂർ സിറ്റിയിൽ നിന്ന് 38 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹൊയ്സാല ആർക്കിടെക്ചർ പ്രകാരമാണ് ഈ ക്ഷേത്രം പണി തീർത്തിട്ടുള്ളത്. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ആർക്കിടെക്ചറൽ മികവ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ചെന്നകേശവ ടെമ്പിൾ. ചെന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായതെന്നാണ് അർത്ഥം. മനോഹരമായ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ആ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ രാജാവായ വിഷ്ണുവർദ്ധൻ ചോള സാമ്രാജ്യത്തിന് എതിരെ നേടിയ വിജയത്തിൻ്റെ ഒരു സ്മരണയ്ക്കാണ് ഈ ക്ഷേത്രം പണി തീർത്തത്. പിന്നീട് വന്ന കാലത്തിലെ അലാവുദ്ദീൻ ഖിൽജി ഉൾപ്പെടെ ഒരുപാട് മുഗൾ രാജാക്കന്മാരെ കൈകടത്തൽ കൊണ്ട് ഈ ക്ഷേത്രം ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു. പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുകയും അവരാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് തീർത്തത്. ഇപ്പോൾ ഇവിടെ ഡെയിലി പൂജകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളിലെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. എങ്ങനെയാണ് കല്ലുകൊണ്ട് ഇത്രയും മനോഹരമായിട്ട് കൊത്തുപണികൾ ചെയ്തു വയ്ക്കാൻ പറ്റുക? ഈ തൂണുകളായാലും ഇതിൻ്റെ മേൽക്കൂരയിൽ വരെ ഓരോ ഡിസൈനിൽ കൊത്തുപണികൾ കാണാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ അകത്തും പുറത്തും കല്ലുകൊണ്ടുള്ള കൊത്തുപണികളും മുഴുവൻ കല്ലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കൊരു നാച്ചുറൽ എയർ കണ്ടീഷൻ ഫീലാണ് കിട്ടുക. Step by step. It's designed like a U-shaped. This is the roof of the house, just like a horseshoe. You can see the center one hanging like this. Actually, this is the bud of the lotus flower. This is the initial stage, bud stage. Inside, totally we have 16 different ceilings are there. In all ceilings, there is we have different position of the flower. It is blooming like this step by step. This is the first stage, initial stage, bud stage. Then here we have next stage. Please come this side.
ഇതൊന്നും അങ്ങനെ വെറുതെ ഒരു കൊത്തുപണികളല്ല. ഓരോ ഡിസൈനിനും അല്ലെങ്കിൽ ഓരോ വിഗ്രഹത്തിനും ഓരോ കഥകളുണ്ട്. ഓരോ കഥ പോലെയാണ് ഇതെല്ലാം കൊത്തിവെച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാവില്ല. ഇതിൻ്റെ പുറത്ത് ഗൈഡ് സർവീസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ കഥകൾ പോലെ അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇത് പണിതിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഗ്രൂപ്പായി വന്നതുകൊണ്ട് തന്നെ അവരൊക്കെ ഓരോ ഗൈഡിനടുത്ത് ഇതൊക്കെ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹം, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ, അതുപോലെയാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഓരോ കൊത്തുപണിക്കും അല്ലെങ്കിൽ ഓരോ ഡിസൈനിൻ്റെ പിന്നിലും ഓരോ കഥകളുണ്ടെന്നുള്ളത്. അതിനെക്കാട്ടിലൊക്കെ ഉപരി നമുക്ക് രാമായണവും മഹാഭാരതമൊക്കെ ഇങ്ങനെ കഥകൾ പോലെ കല്ലിൽ കൊത്തി വെച്ചേക്കണത് കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരമാണ്. ഇതൊക്കെ നല്ല ഭംഗിയിലൂടെ ചെയ്തു വെച്ചിട്ട് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. Here, in between the Vishnu, everywhere we find the female or the women statues like this. They are we call the Paladharini. It means they are the attendants of the Vishnu. They are holding the flower, fruit, water, fan like this. They are the attendants of the Vishnu. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പോകാൻ ഇരിക്കുന്ന സമയത്ത് വളരെ ആക്സിഡൻ്റലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു റീലാണ് ഈ അമ്പലത്തിനെ പറ്റിയിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ അമ്പലത്തിനെ പറ്റി അറിയണതും പിന്നെ ഇവിടെ വന്നതൊക്കെ. അന്ന് ഞങ്ങൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അച്ഛനും അമ്മേനെയും കൂട്ടി മൈസൂർ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഈ സ്ഥലം എന്തായാലും പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കണ്ടിറങ്ങി. ഇനി നമ്മൾ മൈസൂർ ടൗണിൽ പോവാണ്. അവിടെയാണ് സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബോംബെ ടിഫിനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു ദിവസത്തേക്ക് ഒരു റൂമിന് 1200 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 2 റൂമാണ് എടുത്തിട്ടുള്ളത് 2200 രൂപയ്ക്ക്. എന്താ പറയുക, ഇവിടെ നമുക്ക് കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനില്ല. ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ അവർ നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കുകയാണെങ്കിൽ ഒരു 800 മീറ്റർ ഉള്ളൂ മൈസൂർ പാലസിക്ക്. വണ്ടിയിൽ പോവുകയാണെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കാറിലൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാത്രമേ ഉള്ളൂ ഒരു ഡിസഡ്വാൻറ്റേജ്. കാത്തലിക് ചർച്ച് അപ്പോൾ നമ്മൾ ചെന്നകേശവ അമ്പലത്തിൽ നിന്നൊക്കെ വന്ന് റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വേണുഗോപാല സ്വാമി ടെമ്പിളിൽ പോവാണ്. ഇവിടുന്ന് സൺസെറ്റ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ടൈം നോക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 35-40 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. 1 അവറിനടുത്ത് ട്രാവലിംഗും ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കാണാൻ പറ്റും നമുക്ക്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. നമ്മൾ ഈ അമ്പലത്തേക്ക് പോണ വഴി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോവുക. അപ്പം നമ്മുടെ നാടൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലാണ്. നല്ല ഭംഗിയുള്ള വഴികളാണ്. ചുറ്റിനും പാടങ്ങളും തെങ്ങും തോപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ ഇതാണ് ഒരു ബെസ്റ്റ് ടൈം ഈ അമ്പലം വിസിറ്റ് ചെയ്യാനായിട്ട്. ഈവനിങ് സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. 6:30 ഇവരിത് വൈകുന്നേരം അടയ്ക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല അടിപൊളി സൺസെറ്റാണ് ഇവിടുന്ന്. പിന്നെ ഇവിടെ നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഈ അമ്പലത്തിന് ചുറ്റും KRS ബാക്ക് വാട്ടേഴ്സാണ്. ചുറ്റിനും ഈ ഡാം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പും ഒക്കെ ഫീൽ ചെയ്യും അവിടെ എത്തിക്കഴിഞ്ഞാൽ.
ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം വേണുഗോപാലസ്വാമി ക്ഷേത്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 12ാം നൂറ്റാണ്ടിലെ ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. 1958 കാവേരി നദിയുടെ ഉപനദിയായ ഹേമാവതി നദിയിലെ ഹേമാവതി അണക്കെട്ട് നിർമ്മിച്ചു. അത് നിർമ്മിച്ചപ്പോൾ ഇതിനടുത്തുള്ള ഹൊസ കണ്ണമ്പാടി എന്ന് പറയുന്ന ഗ്രാമവും ഈ ക്ഷേത്രം ഉൾപ്പെടെ വെള്ളത്തിനടിയിലായി. അണക്കെട്ടിൻ്റെ ജലസംഭരണി മുഴുവനായി നിറഞ്ഞതോടെ ക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട്, അതായത് നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളത്തിനടിയിലായി. പിന്നീട് കർണാടക ഗവൺമെൻറ്റും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ എന്നിവരുടെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസൊക്കെ നിലനിർത്തണം എന്നുള്ളൊരു തീരുമാനം വെച്ചിട്ട് അവരത് പുനരുദ്ധാരണം ചെയ്യാൻ തീരുമാനിച്ചു. ക്ഷേത്രം കല്ലായി അഴിച്ചു മാറ്റിയിട്ട് ജലാശയത്തിൽ നിന്ന് ഉയർന്ന പ്രദേശമായ യാഗച്ചി ഡാമിനടുത്ത് പുതിയ സ്ഥലത്ത് പണ്ടത്തെ അതേ രൂപകൽപ്പനയിൽ അവർ പുനരുദ്ധാരണം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് വർഷം എടുത്തിട്ടാണ് ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞത്. എല്ലാം കഴിഞ്ഞ് 2011 ഭക്തർക്ക് വേണ്ടിയിട്ട് ക്ഷേത്രം രണ്ടാമത് തുറന്നു കൊടുത്തത്. ഇവിടെ മറ്റമ്പലങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴിപാടുകൾ സ്വീകരിക്കലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ പോലെ ഭണ്ണാരത്തിൽ പൈസ ഇടുക അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല ഇവിടെ. എന്നിട്ടും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥലമാണിത്. ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് മൈസൂർ പോണ വഴിയിലാണ് ബൃന്ദാവൻ ഗാർഡൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയും കൂടി കയറാൻ വിചാരിച്ചു. കാരണം അവിടുത്തെ നൈറ്റിലുള്ള വാട്ടർ ഷോ ഒക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. ഞങ്ങളാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനെ അത് കാണാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇവിടെ കയറിയത്. ഇവിടെ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കണം. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ആക്ച്വലി ഇവിടെ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായത്. കാരണം അത്ര തിരക്കായിരുന്നു. പാർക്കിങ്ങിലൊന്നും നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. 10-15 മിനിറ്റ് നിന്നിട്ടാണ് പാർക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. നാട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ തിരക്ക് കാരണം കൊണ്ട് നമുക്ക് ഇതൊന്നും ശരിക്കും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല. അത്ര ആൾക്കാരായിരുന്നു ഫ്രണ്ടിലൊക്കെ നിന്നിരുന്നത്. അങ്ങനെ ഒരുവിധം കുറച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതായിരുന്നു ഞങ്ങളുടെ മൈസൂർ ഡേ 1 വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇതിൻ്റെ ഡേ 2 വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. I hope you all enjoyed it. See you all in another video. Bye bye.